സംഭവങ്ങളെല്ലാം കാണിക്കുന്നത് കർത്താവായ യേശുക്രിസ്തുവിന്റെ രണ്ടാം വരവിനെ കുറിച്ചാണ്. അതിനാധാരമായി നമുക്കൊരു വാക്യം വായിക്കാം. ഫസ്റ്റ് പീറ്റർ 3:9-10. Not returning evil for evil or reviling for reviling, but on the contrary, blessing, knowing that you were called to this, that you may inherit a blessing. For he who puts love life and sees good days, let him refrain his tongue from evil and his lips from speaking good. ചിലർ താമസിക്കാൻ വിചാരിക്കുന്നത് പോലെ കർത്താവിന്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അവൻ ഇച്ഛിച്ച് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നതേയുള്ളൂ. കർത്താവിന്റെ ദിവസമോ കടനെ പോലെ വരും. അന്ന് ആകാശം പൊടിമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും. മൂലപദാർത്ഥങ്ങൾ കത്തി അഴിയുകയും ഭൂമിയും അതിലുള്ള പണികൾ വെന്തു പോവുകയും ചെയ്യും. ചിലർ താമസം എന്ന് വിചാരിക്കും പോലെ കർത്താവിന്റെ വരവ് താമസിക്കുന്നില്ല. ചിലരും കൂടെ മാനസാന്തരപ്പെടുവാൻ ക്ഷമ കാണിക്കുന്നതേ ഉള്ളൂ. കർത്താവിന്റെ വരവ് പിതാവായ ദൈവത്തിനല്ലാതെ പുത്രനായ യേശുവിനോ അവരുടെ ദൂതന്മാർക്കോ അറിയില്ല. ഇതിനെ അടിസ്ഥാനമാക്കി നമുക്ക് രണ്ട് കാലഘട്ടത്തെ കുറിച്ച് ചിന്തിക്കാം. ഒന്ന് അബ്രഹാമിന്റെ കാലഘട്ടം, ഒന്ന് നോഹിന്റെ കാലഘട്ടം, അബ്രഹാമിന്റെ കാലഘട്ടം. അബ്രഹാമിന്റെ കാലഘട്ടത്തിൽ എന്താണ് സംഭവിച്ചത്? നോഹയുടെ കാലഘട്ടത്തിൽ എന്താണ് സംഭവിച്ചത്? നോഹയുടെ കാലഘട്ടത്തിലുള്ള എല്ലാ ജനങ്ങളും പാപത്തിൽ പൊഴുകിയിരുന്നു. അതിനാൽ ദൈവം അവരെ ജലപ്രളയത്താൽ നശിപ്പിക്കാൻ തീരുമാനിച്ചു. നോഹയാൽ അവർക്ക് നേരത്തെ മുന്നറിയിപ്പ് കൊടുത്തിരുന്നുവെങ്കിലും അവർ അത് കേട്ടില്ല. അതിനാൽ വെള്ളപ്രളയം കാരണം അവരെ നശിപ്പിച്ചു കളഞ്ഞു. രണ്ട്, അബ്രഹാമിന്റെ കാലഘട്ടം. നോഹയുടെ കാലഘട്ടം പോലെ മനുഷ്യന്റെ കാലഘട്ടം വരുമെന്ന് വചനത്തിൽ എഴുതിയിട്ടുണ്ടല്ലോ. രണ്ട്, അബ്രഹാമിന്റെ കാലഘട്ടത്തിൽ എന്താണ് സംഭവിച്ചത്? അതെ, അബ്രഹാമിന്റെ കാലഘട്ടത്തിലെ സോദോം ഗൊമോറ എന്ന ദേശം മ്ലേച്ഛത കൊണ്ട് നിറഞ്ഞിരിക്കുകയായിരുന്നു. അങ്ങനെ ദൈവം ആ ദേശത്തെയും തീയും ഗന്ധകവും അയച്ച് നശിപ്പിച്ചു. ദേവപുത്ര